വീണ്ടും പ്രധാനപ്പെട്ട മറ്റൊരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിനെ എതിരെ നിർണായക കണ്ടെത്തലുമായി ED. ശബരിമലയ്ക്ക് പുറമെ മറ്റ് ക്ഷേത്രങ്ങളിലെയും സ്വർണം വേർതിരിച്ചു. ചെന്നൈ, ബംഗളൂരു, ശിവകാശി എന്നിവിടങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലെ വസ്തുവകകളാണ് സ്ഥാപനത്തിൽ എത്തിച്ചത്. മഹാരാഷ്ട്രയിലെ സംഘത്തിന്റെ സഹായത്തോടെയാണ് സ്വർണം വേർതിരിച്ചതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. സ്ഥാപനത്തിലെ പരിശോധനയിൽ കണ്ടെത്തിയ 100 ഗ്രാം സ്വർണം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. ശരണുണ്ട് EDയുടെ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. EDയുടെ പരിശോധനയിൽ കണ്ടെത്തിയത് SIT പരിശോധനയിലും കണ്ടെത്തിയതിനേക്കാൾ വലിയ ആസൂത്രണമാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ നടന്നിരിക്കുന്നത് എന്നതാണ്. അതിന്റെ വേരുകൾ ബംഗളൂരുവിലോ തമിഴ്നാട്ടിലോ കേരളത്തിൽ മാത്രവുമല്ല, അത് അതിർത്തി കടന്ന് അങ്ങ് മഹാരാഷ്ട്രയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭണ്ഡാരി അന്ന് മുതൽ തന്നെ സംശയത്തിന്റെ നിഴലായിരുന്നു. അങ്ങയുടെ വക്കീൽ വന്ന് രാവിലെ തള്ളിയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഇത് അയാളെ കൊടുക്കാൻ പോകുന്ന പരിപാടിയാണ്, ഇവിടെ അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അവിടെ ആ പരിപാടി മാത്രമേ ഉള്ളൂ എന്നാണോ ED മനസ്സിലാക്കുന്നത്? മറ്റു ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണ ഉരുപ്പടികൾ ഇതേപോലെ ഒരുക്കിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണോ EDയുടെ കണ്ടെത്തൽ? ശരൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും അത്തരത്തിൽ വേർതിരിക്കൽ മാത്രമാണ് അവിടെ നടന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരുമെന്നുള്ളതാണ്. ആ വിധത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലും വരുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു. അതിൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയായ പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ തന്നെ വിശദമായ റെയ്ഡ് നടത്തിയിരുന്നതാണ്. അങ്ങനെ റെയ്ഡ് നടത്തുന്നതിനിടയിലാണ് നിർണായകമായിട്ടുള്ള ഈ വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നത്. പ്രധാനമായും ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേന്ദ്രീകരിച്ചുള്ള റെയ്ഡിലേക്കാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനപ്പുറം മറ്റ് ക്ഷേത്രങ്ങളിലെ വസ്തുവകകൾ അവിടെ എത്തിച്ച് സ്വർണം വേർതിരിച്ചിട്ടുണ്ട് എന്ന നിർണായകമായ കണ്ടെത്തലിലേക്കാണ് ED എത്തിയിരിക്കുന്നത്. പ്രധാനമായും ചെന്നൈ, ബംഗളൂരു, ശിവകാശി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലെ വസ്തുവകളാണ് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ അത് സ്വർണം വേർതിരിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള രേഖകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടിയാണ് ED ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനെ, അതായത് ഇതിൽ തുടക്കത്തിൽ, അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം അത് വേർതിരിക്കാൻ തുടക്കത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന് സ്വന്തമായി കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടി അവർ മഹാരാഷ്ട്ര സംഘത്തിന്റെ സഹായം തേടിയിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് ചില വിദഗ്ധരെ എത്തിച്ചാണ് ഇത് വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ED അതിലേക്ക് കൂടി അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതും പ്രധാനമാണ്. കാരണം ഈ മഹാരാഷ്ട്രയിലെ സംഘം അവർ ഏതെങ്കിലും ഒരു റാക്കറ്റിൽ ഉൾപ്പെട്ട ആൾക്കാരാണോ എന്നുള്ളത് കണ്ടെത്താനുള്ള പരിശോധനകളിലേക്ക് ED കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ റെയ്ഡിൽ ഇന്നലെ പുറത്തു വന്ന വാർത്താക്കുറിപ്പിൽ ഒരു കാര്യം കൃത്യമായി തന്നെ ED വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ റെയ്ഡിൽ 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അത് കണക്കിൽപ്പെടാത്ത സ്വർണ്ണമാണെന്നുള്ളതാണ് ED പറയുന്നത്. ഈ സ്വർണം ഏത് ക്ഷേത്രത്തിലേതാണെന്ന് കണ്ടെത്താനുള്ള, സ്ഥിരീകരിക്കാനുള്ള അന്വേഷണം കൂടിയാണ് EDയുടെ ഭാഗത്തു നിന്ന് തുടരുന്നത്. നിലവിൽ ഒരു പ്രതിയുടെ മാത്രം, അതായത് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുക്കൾ മാത്രമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. 1.3 കോടിയുടെ സ്വത്തുക്കളാണ്, അതായത് 8 പ്രോപ്പർട്ടീസ് എന്നാണ് ED വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ 8 പ്രോപ്പർട്ടീസിൻ്റെതായിട്ടുള്ള 1.3 കോടിയുടെ സ്വത്തുക്കളാണ് ED മരവിപ്പിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രതികളിലേക്കും പോവുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഇന്നലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്. CPM നേതാക്കളായ N വാസു, A പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള നീക്കവും EDയുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ശരൺ. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശരണം പങ്കുവച്ചത്. അപ്പോൾ EDയുടെ നീക്കമായി, SITയുടെ നീക്കമായി. ഇനി കാത്തിരിക്കാം, ഇനി പ്രതിപക്ഷത്തിന്റെ നീക്കം എന്ത് എന്നറിയണമല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ.